ഇടനിലക്കാരില്ലാതെ നേരിട്ടുള്ള സേവനം. സ്റ്റീൽ, സിമന്റ്, പൈപ്പ്, ഷീറ്റ് തുടങ്ങിയ കെട്ടിട നിർമ്മാണത്തിനാവശ്യമായ എല്ലാവിധ സാധന സാമഗ്രികളും വിലക്കുറവിൽ ലഭിക്കുന്ന വടക്കാഞ്ചേരിയിലെ ഏക സ്ഥാപനം കൊച്ചപ്പൻ സെയിൽസ് കോർപ്പറേഷൻ, ഓട്ടുപാറ, പരുത്തിപ്ര. സംസ്ഥാന പട്ടികജാതി വികസന വകുപ്പ് അംബേദ്കർ ഗ്രാമവികസന പദ്ധതി 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടത്തുന്ന കുമരനെല്ലൂർ IHDP നഗർ നവീകരണ പ്രവൃത്തികളുടെ നിർമ്മാണോദ്ഘാടനം കുമരനെല്ലൂർ ഈഞ്ചലോടി ആലിൻചൂട് പരിസരത്ത് നടന്നു. സേവ്യർ ചിറ്റപ്പള്ളി MLA ഉദ്ഘാടനം നിർവഹിച്ചു. നമുക്കറിയാം 2 അംഗൻവാടി ഉണ്ട്. അതിലൊരു അംഗൻവാടി കുറച്ചുകൂടി കാശ് ചിലവാക്കിയാലാണ് നമുക്ക് നന്നാക്കി എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇപ്പോൾ കൗൺസിലർ, ഇപ്പോൾ MLA എന്ന രീതിയിൽ നല്ലൊരു സ്ഥലം ഉണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു അംഗൻവാടി പണിയാം എന്നുള്ള ഒരു നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ സ്ഥലം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ നമുക്ക് സ്ഥലം കിട്ടുന്ന മുറയ്ക്ക് അതിനാവശ്യമായ അംഗൻവാടി കെട്ടിടത്തിൻ്റെ സംഖ്യ കൂടി MLA ഫണ്ടിൽ നിന്ന് നൽകാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ റോഡ് ടൈല് വിരിക്കുമ്പോൾ ആളുകൾ ഇതിനൊക്കെ നോക്കിയിട്ട് പോരെയെന്ന് ചോദിച്ചാൽ നമ്മൾ എഞ്ചിനീയർമാരോട് ടൈല് വിരിക്കാൻ വേണ്ടി ടോട്ടൽ എത്ര കാശ് വരുമെന്ന് ചോദിച്ചിട്ടാണ് നമ്മൾ കാശ് വെച്ചത്. പണിത് വന്നപ്പോഴാണ് അവർക്ക് കാശ് പോരാന്ന് വന്നത്. ഇപ്പം ഇന്നലെ ഒരു പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ നിർമ്മാണത്തിന് മുമ്പേ റിവൈസ് ചെയ്യൽ നടന്നു. ഇവിടെ നിർമ്മാണ ഘട്ടത്തിൽ പിന്നീട് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം വന്നു. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ ഫൈനൽ ബില്ലിന് ശേഷം 10 ലക്ഷം കൂടി കൊടുത്ത് ഇപ്പം നമുക്കത് പൂർത്തിയാക്കാൻ കഴിയും. അതിനുശേഷം അത് ഉദ്ഘാടനം ചെയ്താൽ മതി എന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ആ പ്രവൃത്തി പൂർത്തിയാക്കിയിട്ട് നമുക്ക് അത് ഉദ്ഘാടനം ചെയ്യാം. വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. 79 ലക്ഷത്തോളം രൂപ ചെലവഴിച്ചാണ് നവീകരണ പ്രവൃത്തി നടക്കുന്നത്. 50,000 ലിറ്റർ സംഭരണശേഷിയുള്ള വാട്ടർ ടാങ്ക് നിർമ്മാണത്തിന് 27.76 ലക്ഷം, 2 അങ്കണവാടികളുടെ നവീകരണത്തിന് 4 ലക്ഷം, 4 കിണറുകളുടെ നവീകരണത്തിന് 4 ലക്ഷം, ചങ്ങാലി കൃഷ്ണലാൽ ലിങ്ക് റോഡ് കോൺക്രീറ്റിംഗ് ചെയ്യുന്നതിന് 15.16 ലക്ഷം, അമ്പലംകുന്ന് യൂക്കാലിക്കാട് ലിങ്ക് റോഡ് കോൺക്രീറ്റിംഗ് വർക്കിന് 17 ലക്ഷം, വാട്ടർ ടാങ്കിലേക്കുള്ള വഴി നവീകരിക്കുന്നതിന് 2 ലക്ഷം, മുക്കാലിക്കാട് റോഡ് ഡ്രെയിൻ വർക്കിന് 7.49 ലക്ഷം, ഓപ്പൺ ജിം യാർഡിന് ഇന്റർലോക്ക് പാകുന്നതിന് 44,337 രൂപ എന്നിങ്ങനെയാണ് അനുവദിച്ചിരിക്കുന്നത്. വടക്കാഞ്ചേരി നഗരസഭ വൈസ് ചെയർപേഴ്സൺ ഷീല മോഹൻ, കൗൺസിലർമാരായ AD അജി, മല്ലിക സുരേഷ്, വിജേഷ് KA, SCDO ശ്രീജ, സംസ്ഥാന നിർമ്മിതി കേന്ദ്രം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സതീദേവി, മുൻ കൗൺസിലർ സജിനി രാജൻ, PN അനിൽകുമാർ, റസാഖ് തുടങ്ങിയവർ സംസാരിച്ചു. VCV ന്യൂസ്, കുമരനെല്ലൂർ.